തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയ നരേന്ദ്രമോദിയുടെ നിലപാടിൽ ഭയന്നു വിറച്ച് പാകിസ്ഥാൻ. മണിക്കൂറുകൾക്കകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതി തുറന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടവുള്ള തരാർ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സമ്മതിക്കാൻ തരാർ തയ്യാറാകുന്നുമില്ല. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. India's self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan open-heartedly offered a credible, transparent and independent investigation by a neutral commission of experts to ascertain the truth. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയ നരേന്ദ്രമോദിയുടെ നിലപാടിൽ എന്തായാലും പാകിസ്ഥാൻ ഭയന്നു വിറച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഭീതി തുറന്ന് സമ്മതിക്കുന്നുണ്ട് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി. അതോടൊപ്പം പതിവ് പോലെയുള്ള പ്രസ്താവനയും വരുന്നുണ്ട്. തങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഒരു തുറന്ന മധ്യസ്ഥ ചർച്ച, തുറന്ന അന്വേഷണം ഇതൊക്കെ നടത്താം എന്നുള്ള പതിവ് അടവ് തന്ത്രവും. എന്തായാലും പാകിസ്ഥാൻ വലിയ ആശങ്കയിൽ തന്നെയാണല്ലേ. ഭാരതത്തിന്റെ നീക്കം ഇനി ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് കടുത്ത ആശങ്കയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും രോഹിണി ഭയചകിതരാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ തങ്ങൾക്കെതിരെ വലിയൊരു ആക്രമണം ഉണ്ടാകുമെന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ രാത്രി സൈന്യത്തിന് പൂർണ്ണ പിന്തുണ, അതായത് ഏത് രീതിയിലാണ് പ്രത്യാക്രമണം നടത്തേണ്ടതെന്ന് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സൈന്യത്തിന് അനുവാദം നൽകിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഒരു നിലപാട് ഇന്നലെ തന്നെയാണ് പുറത്തു വന്നത്. ഇതിന് മണിക്കൂറുകൾക്കകം ഈ ഒരു മറുപടിയുമായി അട്ടവുള്ള തരാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. തീർച്ചയായും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന് തുറന്നു സമ്മതിക്കുന്ന അട്ടവുള്ള വളരെ കൃത്യമായി പറയുന്നത് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഒരു മുടന്തൻ ന്യായത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകില്ല എന്ന് തുറന്നു സമ്മതിക്കുന്നതിനും അത് അതിന് തയ്യാറായി ഒരു ചർച്ച അതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നതിനും യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്താതെ വീണ്ടും ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, ഇതിന് പിന്നിൽ മറ്റു ചില ശക്തികളാണ് എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഈ ആവർത്തിക്കുന്നത് തന്നെയാണ് ഇന്നും തുടരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ നടന്ന ചർച്ചകളുടെ ഭാഗമായി തീർച്ചയായും ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന സൂചന വളരെ കൃത്യമായി സൈന്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ആ സൂചനകളെ സ്ഥിരീകരിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിലൊരു ഭയം പാകിസ്ഥാന് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സൈനിക വിന്യാസം നടത്തുകയും അതുപോലെ തന്നെ ഈ മിസൈൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ചൈനയുടെ പിന്തുണ തേടുകയും ഒക്കെ ചെയ്തത്. ചൈനയും ഇതേ ആവശ്യം തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അല്ലെങ്കിൽ സ്വതന്ത്ര സംവിധാനത്തിന്റെ അന്വേഷണം വേണമെന്ന രീതിയിലുള്ള നിലപാട് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ആയുധങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ അട്ടവുള്ള തരാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏത് തരത്തിലും ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന് പറയുന്നു. അതേസമയം തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉന്നതതല യോഗത്തിൽ കൃത്യമായി സൈന്യത്തിന് എവിടെ, എങ്ങനെ, എപ്പോൾ ആക്രമണം നടത്തണമെന്നത് സംബന്ധിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ നിന്നും ഔദ്യോഗികമായ പ്രഖ്യാപനം, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഔദ്യോഗികമായ ഒരു അനുമതി ലഭിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭയചകിതമായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. തീർച്ചയായും ഈ പഹൽഗാം ആക്രമണത്തിന്, പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത കൊടും ക്രൂരതയ്ക്ക് മറുപടി പറയാൻ ഭാരതം ഒരുങ്ങിയിരിക്കുന്നു. ആ മറുപടി തങ്ങൾക്ക് ലഭിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവ് പാകിസ്ഥാനും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർണായകമായ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അട്ടവുള്ള തരാർ പറഞ്ഞ സമയപരിധി തന്നെ പരിഗണിക്കുകയാണെങ്കിൽ 24 മുതൽ 36 മണിക്കൂറിനകം, അദ്ദേഹം ഇത് പറയുന്നതിന് മുൻപ്, അതായത് ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവങ്ങളെല്ലാം, അതായത് ചർച്ചകളും സൈന്യത്തിന് അനുമതി നൽകുന്ന നീക്കങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി 24 മണിക്കൂറിനകം ഒരു പക്ഷേ നാളത്തെ പുലരി ഭാരതം കാണുന്നത് ഇതിന് തക്കതായ മറുപടി നൽകിയ ഒരു അവസ്ഥയായിരിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്നാണ് ഈ വാർത്താവിനിമയ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.
രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.